രാവിലെ തന്നെ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് വിളി വന്നേ. നേരെ റൂമിൽ നിന്ന് ഇറങ്ങി ഒരു ചായയും കുടിച്ച് പോയേക്കാന്ന് വിചാരിച്ച് ആലു കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയേ. അങ്ങനെ വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച കേട്ടോ. ഒരു 20 മിനിറ്റായിട്ട് ഇവിടെ ഏകദേശം ബ്ലോക്കിനാണ്. പക്ഷേ ആരും കയറി പോകുന്നില്ല, എല്ലാവരും ലൈനായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. മലയാളികളുടെ സിവിക് സെൻസേ ഏതായാലും സംഭവം കൊള്ളാം, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനൊരു രസം തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. നമ്മൾ ഈ മരത്തൻ്റെ വീട്ടിലെ വണ്ടി പാർക്ക് ചെയ്ത് എസ്.എൻ. ജംഗ്ഷനിലുള്ള ശ്രീനാരായണ പബ്ലിക് സ്കൂളിലോട്ട് വന്നേക്കുന്നത്. ഒരു എക്സാമിന് വന്നു. സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഒരു കുളവും അവിടെ കുറേ മീനുകളും ചത്തു കിടപ്പുണ്ട്. എന്താ സംഭവം എനിക്കങ്ങ് മനസ്സിലായില്ലേ. ഏതായാലും ചോദിക്കാൻ പറ്റി ആരെയും കണ്ടുമില്ല. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവിടെ ഒരു മാവുണ്ട്. ഈ മാവ് അവരെ വെട്ടിയും കളഞ്ഞില്ല. അത് ഉണങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി മുകളിലുള്ള 2 ഷീറ്റ് എടുത്ത് മാറ്റി ട്രാൻസ്പെറൻറ്റും ആക്കിയിട്ടുണ്ട് കേട്ടോ. സംഭവം ഏതായാലും കുളം. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വിളി വന്നു. എന്നാൽ പിന്നെ ചോറ് കഴിച്ചിട്ട് പോയേക്കാന്ന് ഒരു ഹോട്ടൽ തപ്പി നടക്കും കേട്ടോ. അങ്ങനെ തപ്പി നമുക്ക് അങ്ങനെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടി. അവിടെ കയറി നല്ല ഉഗ്രനൊരു ചോറും പറഞ്ഞു. ഇഷ്ടംപോലെ കൂട്ടം കറിയുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, നല്ല തൈരൊക്കെ കൂട്ടി അങ്ങോട്ട് പിടിച്ചു. ഏതായാലും സംഭവങ്ങൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. വയറ് നിറച്ച ചോറും ഉണ്ട്. ഹോട്ടൽ ആര്യാസാണ് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നിയത് പ്രത്യേകത ഇവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം തമിഴന്മാരാണ്, ഒരു മലയാളീസിനെയും കണ്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഫുഡും കഴിച്ച് അടുത്ത ലൊക്കേഷനിലോട്ട് വന്നേ. അവിടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ. ഈ കാണുന്ന വണ്ടിയാണ് ഇന്നത്തെ ഓട്ടം. നമ്മൾ നേരെ പോകുന്നത് ഗുരുവായൂർ കേട്ടോ. അങ്ങനെ തൃശ്ശൂർ പാലിയേക്കാട് ടോൾ പ്ലാസിലെത്തി. സാധാരണ പോലെ തന്നെ അവിടെ ബ്ലോക്ക്. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേന് ഏകദേശം ഗുരുവായൂർ എത്തി കേട്ടോ. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരു ആന ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം അതിനെ നോക്കി നിന്നു. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഒരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ച് ഇറങ്ങി നടന്നു കേട്ടോ. അങ്ങനെ ആദ്യം കണ്ടൊരു ഹോട്ടലിൽ കയറി. ചായ കൊള്ളാം, പരിപ്പോട്ടൊരു സുഖമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു നിർത്തുന്ന നമ്മുടെ ടെമ്പോ ട്രാവലർ ഇടുന്ന പാർക്കിംഗ് കേട്ടോ. അങ്ങനെ അവിടെ കയറിയപ്പോൾ വണ്ടികളെല്ലാം കണ്ടു. ടെമ്പോ ട്രാവലർ ഒരു പ്രത്യേക ഫാൻ ബേസ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ ഭാഗത്തോടൊക്കെ ഒന്ന് പോയാൽ അതിൻ്റെ സൈഡിൽ കൂടെ കയറി ഉള്ളോട്ടൊക്കെ കയറി നടന്നു കേട്ടോ. സംഭവം കാഴ്ചകളൊക്കെ കണ്ടു. ആദ്യമായിട്ടാണ് അതിനോട് വരുന്നത്. 12 മണിയായപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇത് താറോടെ നിൽക്കുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ ഞാൻ. അങ്ങനെ അതും കണ്ട് 12 മണിയായപ്പോൾ ഫുഡും കഴിച്ച് നേരെ റൂമിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ദിവസം അടുത്ത വണ്ടി അടുത്ത ലൊക്കേഷനായിട്ട് കാണാം. ബൈ.